TC എന്ന റാങ്കിൽ എത്തിക്കഴിഞ്ഞ ശേഷം ഒരാൾക്കും ആ രോഗം വരരുത് സാറേ, ഒരാൾക്കും വരരുത്. TC എന്ന റാങ്കിൽ വന്ന ശേഷം ഞാൻ ബ്രേക്കായി, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഞാനറിയാതെ എനിക്ക് ഇൻസോമിയ എന്ന് പറഞ്ഞിട്ടുള്ള രോഗത്തിലേക്ക് മാറി. ഇൻസോമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം കിട്ടാത്തൊരവസ്ഥ. ഞാൻ വിചാരിച്ചു പ്രായം കൊണ്ടായിരിക്കാം. രാത്രി 11-12 മണിയായി കിടന്നു കഴിഞ്ഞാൽ കണ്ണടക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങില്ല. ഒരുപാട് സമയം കടന്നിട്ടും സമയം നോക്കുമ്പോൾ സമയം വലിയതും കടന്നു പോയിട്ടുണ്ടാവില്ല, 1 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഉറക്കം വരുന്നില്ല, എഴുന്നേറ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ അകത്തിനുള്ളിൽ ആരുണ്ട്, എല്ലാവരും ഉറങ്ങി ശാന്തമായി ഉറങ്ങുന്ന അന്തരീക്ഷം. അകത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഉറക്കം വരുന്നില്ല. പിന്നെ ഏതോ സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞ ഒരു അരമണിക്കൂർ ഉറങ്ങും. ഉറക്കം ഞെട്ടി സമയത്ത് 4 മണി. 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ എന്ത് ചെയ്യും? വീണ്ടും നടക്കും. ആ ഉറക്ക ക്ഷീണം കൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ ഇല്ല പണിയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇൻസോമിയ എന്ന ഈ ഉറക്കമില്ലാത്ത ഈ പ്രവർത്തനം നമ്മൾ മറ്റുള്ള രോഗത്തിലേക്കും കടത്തും. ഉറക്കമാണ് നമുക്ക് എല്ലാം. ആ മറ്റുള്ള രോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആൻസൈറ്റി ഡിസോർഡർ എന്ന രോഗത്തിലേക്ക് ഞാൻ മാറി. ആൻസൈറ്റി ഡിവേഴ്സ് കാരണത്തിൽ ഇത് അനുഭവിക്കുമ്പോഴേക്കും മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. വരരുത് ആരോഗ്യ രോഗം. ആ ആൻസൈറ്റി ഡിസോർഡർ എന്ന രോഗത്തിലേക്ക് മാറിയ സമയത്തിൽ എനിക്ക് പേടി വരാൻ തുടങ്ങി. എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാനുള്ള പ്രയാസം വന്നു. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എത്തേണ്ട സ്ഥലത്ത് ഇറങ്ങാനുള്ള ഒരു വെപ്രാളം, ആകെ ഒരു വല്ലാത്ത മാനസികാവസ്ഥ. അവിടെ നിന്നാണ് വീണ്ടും വേറൊരു സ്റ്റേജിലേക്ക് മാറുന്നത്. പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞ രോഗത്തിലേക്ക് കിടന്നു. ഇനി തകർന്നു, ബിസിനസ് തകർന്നു, എല്ലാം തകർന്നു. ഇനി എങ്ങനെ ചെയ്യും? ഒരാളെ പോയി കണ്ട് സംസാരിക്കാനുള്ള ഒരു മനോധൈര്യമില്ല, യാത്ര ചെയ്യാനുള്ള മനോഹരമില്ല, വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാനുള്ള പ്രയാസവും വന്നു. ഈ 3 രോഗങ്ങൾ ഒന്നിച്ച് കടന്നു വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ആദ്യം സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു. സൈക്കോളജിസ്റ്റ് കണ്ട് സൈക്കോ തെറാപ്പിയൊക്കെ ചെയ്തു, ഫലം ഉണ്ടായിട്ടില്ല. ഹോമിയിലേക്ക് കടന്നു. ഹോമിയിലേക്ക് കടന്ന സമയത്ത് അവിടെ 6 മാസം ട്രീറ്റ്മെന്റ് ചെയ്തി, രോഗം മാറിയില്ല. കർണീയ രോഗം മാറിയില്ല. പിന്നീട് രാജേഷ് സാറ്, അദ്ദേഹത്തിന് എന്റെ കാര്യത്തിൽ വളരെ ഉത്കണ്ഠയായിരുന്നു. ഒരു പ്രാവശ്യവും അദ്ദേഹം പറഞ്ഞു, ശശിനി ഒരു കാര്യം ചെയ്യും, ഇന്ന് കണ്ണൂരിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ പോയി കാണിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ ഡോക്ടറെ പോയി കണ്ടു. നെഹ്റുവായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണ്. ഡോക്ടറെ പോയി കണ്ടു. നല്ല ഫീസാണ്. അദ്ദേഹം സംബന്ധിച്ചാണ് എനിക്ക് മരുന്നെഴുതി തന്നു. 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് വല്ലാത്ത മാറ്റം വന്നു. ഞാൻ സുഖമായി, എനിക്ക് വല്ലാത്തൊരു നിർവൃതി വന്നു. പക്ഷെ സുഖമായിട്ട് മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയില്ല. എനിക്കൊരു വല്ലാത്ത പ്രയാസം. ഇതിന്റെ വാർദ്ധക്യം കൊണ്ട് വന്നോ എന്തുകൊണ്ട് വന്നോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇവിടെയാണ് ഞാൻ പറയാൻ പോകുന്ന പ്രൊഡക്ട്സിനെ പറ്റി. ഞാൻ ഇതിന്റെ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാൻ തുടങ്ങി. 2 നേരം കഴിച്ചിട്ടില്ല, 2 നേരം കഴിക്കണം. 10 ഗ്രാം വെച്ചിട്ട്, പക്ഷെ 1 നേരമേ കഴിച്ചുള്ളൂ. പിന്നീട് എനിക്ക് ഇവിടെ കിട്ടുന്ന എന്തെങ്കിലും കാര്യം, കാരണം രണ്ടാമത് ഇറങ്ങിയിരിക്കുന്ന നെഹ്റു എനർജി, ഇത് വളരെ അത്യാവശ്യമാണ് എന്റെ ശരീരത്തിൽ നിന്ന് മനസ്സിലാക്കി നെഹ്റു എനർജി കഴിക്കാൻ തുടങ്ങി. മുരിങ്ങ കഴിക്കാൻ തുടങ്ങി. മുരിങ്ങന്റെ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസും അതിന്റെ കാര്യങ്ങളൊക്കെ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് മാറ്റം വന്നു. ഞാനൊരു ഷുഗർ പേഷ്യന്റ്. മുരിങ്ങ വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഡയബൈലഫൈ കഴിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പ്രോട്ടീൻ കഴിക്കാൻ തുടങ്ങി, മുരിങ്ങ കഴിക്കാൻ തുടങ്ങി, നെഹ്റു എനർജി കഴിക്കാൻ തുടങ്ങി. അത് വെൽഹാർട്ട് കഴിക്കും. ഞാൻ കഴിക്കാത്ത പ്രൊഡക്റ്റ് ഇല്ല. മിറാക്കിൾസ് എന്ന് പറയട്ടെ, എന്റെ അസുഖം മാറി. ഇത് ഏത് പ്രൊഡക്റ്റിൽ നിന്നാണ് വന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുവന്ന് വരില്ല. പക്ഷെ ഒരു പിടി കല്ല് എടുത്തു എറിഞ്ഞാൽ അത് എവിടെയെങ്കിലും കൊള്ളും. ഈ പ്രൊഡക്റ്റ് ഒന്നിനും മനുഷ്യ ശരീരത്തിൽ ദൂഷ്യഫലം ചെയ്യാത്ത പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് 100% അറിയാം. എന്ത് കഴിച്ചാലും ഒപ്പത്ത് കഴിച്ചാലും ഒന്നും പ്രശ്നമില്ല. ഇത് എന്റെ മനുഷ്യ ശരീരത്തിൽ എനിക്ക് ഇത് ശരിക്കും ഇത് എവിടെയെങ്കിലും പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ പ്രൊഡക്റ്റിന്റെ ഗുണം എണ്ണി പറയാൻ പറ്റത്തില്ല.